ഞാൻ പോവാ. ഞാൻ എന്റെ പെരയിലൊക്കെ പോയി നോക്കിട്ട് വരികയാണ്. ആ ഇവിടെ ഉണ്ട് കണ്ടിട്ട് വന്നാണ്. ഇവിടെ വന്നിട്ട് അടിച്ചു വരാവോ അല്ലേ? പിന്നെ ഉമ്മാന്റെ പണിയാണ് ഇത്, ഇന്റെ പണിയൊന്നല്ല. ഭയങ്കര പല്ലുവേദന എത്ര. അപ്പൊ ഉമ്മ അറിയിച്ചു പോകാണ്ട് പോയിക്കോ അടിച്ചു വരാന്. ഉമ്മ ഇവിടെ പണിക്ക് വന്നില്ലെങ്കിലേ ഉമ്മാക്ക് ഇപ്പൊ അല്ലെങ്കിൽ തന്നെ നബിസാത്താക്ക് അല്ലെങ്കിൽ തന്നെ ഉമ്മാനെ ഇപ്പൊ ദേശീയുണ്ട്. കുറ്റം പറഞ്ഞ കുറ്റം പറഞ്ഞ കാരണം. അപ്പൊ ഇനി ഉമ്മ ഈ പണിക്ക് വന്നിട്ടില്ലെങ്കിൽ നബിസാത്ത വേറെ കാര്യം ആക്കും. അപ്പൊ ഉമ്മ അതിങ്ങനെ ഇജ്ജി പോയി പണിയെടുത്തോ. ഒരു തരവൊക്കെ കണക്കാണ്. കജ്ജി തീരെ നിങ്ങളൊന്നുമില്ല. എന്നാലും കഞ്ഞിടിച്ച് പോകാൻ എങ്ങനെയും പോവാലോ. അപ്പൊ കളയേണ്ട അജി വന്നതാണ്. അല്ല ഇവിടുത്തെ ആളൊക്കെ കൊടുക്കുക ഇവിടെ ആരില്ല. അതാണ് ധൈര്യത്തിലേക്ക് പറഞ്ഞത് മനസ്സിലായി. ഇന്ന് കൊടുക്കുന്നവരൊക്കെ അല്ല എന്താ ഇന്നലത്തെ കാര്യങ്ങള് ചോദിച്ചറിയാൻ വന്നാണ്. അച്ഛതോ അല്ല ഇത് കല്യാണക്കാരൻ പറഞ്ഞിട്ട്. കല്യാണക്കാരൻ കല്യാണക്കാരൻ അതല്ലേ. കല്യാണക്കാരൻ പോയപ്പോ മോനെ ആ പെണ്ണ് ചൂടുവെള്ളം മൂത്ത് വെക്കാൻ നോക്കി. എന്നിട്ട് പറഞ്ഞ് ഇനിയായിട്ട് ഈ പെരയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എറിഞ്ഞാൻ കൊല്ലുക. അങ്ങനെ ഞാനിങ്ങനെ ആലോചിച്ചപ്പോ എനിക്ക് തോന്നിയേ എന്തായാലും കല്യാണം കഴിക്കണം. അപ്പൊ ഞാൻ വിചാരിച്ച് ഇനിയിപ്പൊ മാളൂനെ കല്യാണം കഴിച്ചല്ലോന്ന്. അതേതാണ് എനിക്ക് തോന്നി മാളൂനെ കല്യാണം കഴിച്ചാലോന്ന്. അങ്ങനെ ഞാൻ മനല്ല മനസ്സാടെ മാളൂവിനോട് ചോദിച്ചു, മാളൂ എന്താണ് കുഞ്ഞാപ്പോ നേരെ ചാട്ടോള്. അപ്പൊ ഞാൻ മനസ്സിൽ വിചാരിച്ചു എടി അന്നെ കല്യാണം കഴിയട്ടെ, നിന്റെ ഉമ്മാനെ കൊണ്ട് അന്നെ ഒരു പാഠം പഠിപ്പിക്കും ഞാൻ വിചാരിച്ചിട്ടാ. അങ്ങനെ എന്നോട് പറയാൻ ഞാൻ മാളു തന്നെ, മാളുക നമ്മക്ക് ഒരു കാര്യം ചെയ്യാം, എന്തായാലും എന്റെ കല്യാണം നടക്കണില്ല. മാളു എന്റെ കല്യാണം നോക്കി ഓളെ കല്യാണം നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഒരു കാര്യം ചെയ്യാ, നമ്മക്ക് രണ്ടാൾക്കും അവന്റെ കല്യാണം കഴിക്കാം. അത് പറഞ്ഞാലും ഓള് കളിച്ചൊങ്ങി ദ്രോഹി നടുണ്ട് കൊല്ലിക്കൊറ്റ അടി. ദ്രോഹിന്ന് ദ്രോഹിച്ച് പറയുന്നത് കൊല്ലിക്കാണ്ട് അടിച്ചിട്ടാ. ഇത് ഓള് അറിയാലോ ഞാന് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത്. എനിക്ക് ജന്മം ഉണ്ടെങ്കിൽ കല്യാണം വേണ്ട, കല്യാണത്തിന്റെ കൂട്ടം പറയുമ്പോ എന്റെ മുഖമാണ് ഓർമ്മ വരിക. എനിക്കിനി കല്യാണം വേണ്ടെന്ന് ഓള് ചീറിയ ഓള്. കല്യാണത്തിന്റെ കൂട്ടം പറയുമ്പോ എന്റെ മുഖം ഓർമ്മ വരിക, മുഖം ഓർമ്മ വരും അത്ര. ഓൾക്ക് ജന്മത്തിന് കല്യാണം വേണ്ട. ഓള് അറിയാ എടാ ഇന്റെ ആഗ്രഹങ്ങളൊക്കെ ഇജ്ജ് കളഞ്ഞില്ലടാ, പിന്നെ എന്തിനാടൊരു കല്യാണോന്ന് എനിക്ക് പെണ്ണ് പിന്നെ അടിക്കാൻ വന്ന്. ആള് വിചാരിച്ച മാരല്ല. ഞാൻ അവിടുന്ന് ഓടിയിട്ട് ഞാൻ ചീറി പൊളിച്ച് ഓടി എന്റെ പിന്നാലെ വന്ന് അന്നെ ഇനി എന്റെ കണ്ണീന്റെ ഒട്ടേറ്റം കണ്ണിന്റെ മുന്നിൽ കണ്ടിട്ടുണ്ടെങ്കിൽ മുന്നിലേറ്റം കണ്ടിട്ടുണ്ടെങ്കിൽ എന്റെ കച്ചു കാലം മുപ്പത്ര ഓള്. ഓള് അറിയാ എന്റെ പൊട്ടന്മാരെമാര് കാട്ടിട്ട് എന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഇതാണില്ലടാന്ന് പറഞ്ഞു. എന്റെ ഉള്ളിന്റെ ഉള്ളിലല്ല, എന്തായാലും ഓൾക്ക് കല്യാണം നോക്കുന്നുണ്ട്, ഓൾക്കൊന്നും ശരിയാവണില്ല. എനിക്കും കല്യാണം നോക്കുന്നുണ്ട്, എനിക്കൊന്നും ശരിയാവണില്ല. അപ്പൊ ഞങ്ങക്ക് രണ്ടാം കൂടെ ഒന്നിച്ചാ പോരെന്ന് ഞാൻ വിചാരിച്ചതാണ്. ഞങ്ങക്ക് വിരുന്നിനൊക്കെ പോവാലോ, വരവും പത്തിനും ചായക്ക് തിന്നാലോ, അങ്ങനെ വിചാരിച്ചാണ്. ഞാൻ അത് വിചാരിച്ചതാണ്. അതിനല്ലേ മാളുടെ സ്വനരൂപം കണ്ടത്, അല്ലാത്ത മാള് തന്നെ ഇട്ടാ. നാളെ നമ്മള് വിചാരിച്ച മാരില്ല. അടി കിട്ടാത്ത എന്റെ ഭാഗ്യം. കിട്ടിക്കണ ശരി. ഒറ്റ ആഞ്ഞു ഒറ്റ അടി ഞാൻ ഇമ്മാണ്ട് പറഞ്ഞ് ഉമ്മാനോട് ചോദിക്കാൻ പറഞ്ഞു നിന്ന്. ഉമ്മ എന്തിനാ അടിച്ചെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു മാളോട് ഞാൻ അങ്ങനെ കല്യാണക്കൂട്ടാൻ പറഞ്ഞു. അതിന് ഇമ്മ പറഞ്ഞു അന്നെ മാള് അങ്ങനെ അടിച്ചതല്ല, അപ്പൊ എന്റെ ഭാഗ്യാണ്, അവളെ കച്ചു കൊല്ലാത്ത നന്നായി പറഞ്ഞു. ഇജും തന്നെ അങ്ങനെ വിഡിത്തരങ്ങൾ പോയി ചോദിക്കാൻ പാടുണ്ടോ? ഇതിന്റെ ചോദിച്ചല്ലോ, കല്യാണം ആയിട്ടില്ല, എനിക്കും ആയിട്ടില്ല. അപ്പൊ രണ്ടാമൂടി ഒന്നായാലും പറഞ്ഞതാണ്. ഇനി ആ നല്ല കാര്യം ഒന്നും പറയില്ല. നീ അതൊക്കെ പറഞ്ഞ് ഏതിന് വേറെ പെണ്ണ് ഖദീജ കല്യാണം കഴിച്ചിട്ടുണ്ട്. അവന് ഖദീജാനോട് ചോദിച്ചോക്കണം. ഖദീജാന്റെ കല്യാണം വിട്ടെന്ന് ചോദിച്ചാ മതിട്ടാ, വിട്ടെന്നിട്ട് ചോദിച്ചാ മതി. ചിലപ്പോ വടിയേറ്റൊക്കെ പറ്റിക്കാരല്ലേ, പറയാൻ പറ്റൂല. ജോഡി വെക്കാരല്ലേ. അമ്മ നാളെ പറഞ്ഞ് ജോഡി വെക്കുന്നു. അത് ഖദീജയാണാവോ? മാളുവിനെ വേണ്ട. എന്നാലും പാവല്ലേ മാളു. നാള് പാവം രൂപം കണ്ട് ജനല്ലേ പറഞ്ഞ പാവാണെന്നൊക്കെ ഞാൻ ചോദിച്ചപ്പോഴാണ് ഞാൻ അടിച്ചത്. അല്ല എന്തെങ്കിലും തിന്നുകളാ
ചായ കുടിച്ചിരിക്കണ് ഇവിടെ ആദ്യം തിന്നാനും കുടിക്കാനൊന്നും ഒക്കെ പോയിക്കണ് എവിടെ പോയിക്കാം ഇതാക്കാൻ പറ്റാത്ര വല്യമ്മ വന്നിരുന്നു എനിക്ക് തോന്നാ വല്യമ്മ വന്നിട്ട് ഒരാഴ്ച ആയിരുന്നു വല്യമാനെ കൊണ്ടാക്കാൻ വേണ്ടി പോയതാവും വല്യമാനെ മക്കൾക്കും മരുമക്കൾക്കും ഒന്നും വർത്താനം പറഞ്ഞിരിക്കുന്നു വല്യമാരെ പഴയ കാലങ്ങളൊക്കെ പറഞ്ഞു മക്കൾക്കാണ് മുതേരി കഴിക്കുമ്പോ ചീത്ത അറിയും എന്താടി കണ്ണു പോകും എന്റെ വല്യമ്മ അങ്ങനെ വളവളാ നിൽക്കും ഇന്നത്തെ കുട്ടികൾക്ക് പറ്റുമോ പണ്ടത്തെ കാലത്തെ കുട്ടികളാണെങ്കിൽ ഒക്കെ പറ്റിയിരുന്നു ഇന്നത്തെ കുട്ടികൾ ഒന്നിട്ട് പറഞ്ഞ് രണ്ടാമത്തെ അങ്ങോട്ട് പറയും അപ്പൊ നബിസാത്താക്ക് ദേഷ്യം പിടിച്ചിരുന്നു നബിസാത്ത വേഗം കൊണ്ടാക്കാൻ പറ്റുന്നു ഞാന് നബിസാത്താനെ കുട്ടികൾ ഇതാക്കണില്ല പറഞ്ഞേക്കണില്ല ഞാൻ ഇവിടെ ആളില്ലാത്ത കാരണം ഇങ്ങനെ ചാടി കളിച്ചു വന്നത് അല്ലെങ്കിലേ ഞാൻ വരെ പോയപ്പോ അവിടെ ഇല്ലാരും ഉമ്മ വിളിക്കാണ് അവിടെ കാണാനില്ലല്ലോ ഞാൻ വിളിച്ചു പറയാ ഞാൻ പറഞ്ഞതല്ലേ ചിലപ്പോ ഞാനേച്ചിനോട് എന്തെങ്കിലും കഴിയുമ്പോ തന്നെ പറയാൻ പോയിട്ടുണ്ടോ ഞാൻ പറഞ്ഞത് പറഞ്ഞിട്ട് ഉമ്മാനോട് ഞാനേച്ചിനോടൊക്കെ എന്തെങ്കിലും കഴിയുമ്പോ തന്നെ പറയാൻ പോയിട്ടുണ്ടാവും അതൊന്നും എനിക്കറിയില്ല ഞാൻ കണ്ടില്ല അപ്പൊ ഇവിടെ ഉണ്ട് അവിടുന്ന് പറഞ്ഞപ്പോ ഞാൻ പോന്നാ സുബൈദാനോർക്ക് പോകില്ല അവിടെ നോക്കുമ്പോ അടിച്ചു വരുന്ന കാണാനുണ്ട്. ഇന്ന് പോട്ടെ.